ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ട് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓഗസ്റ്റ് 5 വൈകിട്ട് 6 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് കൊടുത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നിലവിലെ വോട്ടിംഗിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള അട്ടിമറിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നവരൊന്നും ആ ഹൗസിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഹൗസിലെ പെർഫോമൻസ് വെച്ചിട്ട് വോട്ടിംഗിൽ അട്ടിമറിയോ കാര്യങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ വോട്ടിംഗിന്റെ ഒരു നിലവാരം നോക്കാം. ഒന്നാം സ്ഥാനം നിൽക്കുന്നത് അനുമോൾ തന്നെയാണ്. അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 6340 വോട്ടാണ്. ഓക്കെ, അനുമോൾക്ക് ഇത്രയും വോട്ട് കിട്ടിയത് പുറത്തുനിന്നുള്ള ഫാൻസിന്റെ വോട്ട് മാത്രമാണ്. അല്ലാതെ ഹൗസിലെ ആ ഒരു പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ടൊന്നും അല്ലാത്ത വോട്ടുകൾ ആർക്കും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ നോമിനേഷനിൽ വന്ന ആർക്കും ഹൗസിലെ പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ടൊന്നും അല്ല വോട്ടുകൾ നടക്കുന്നത്. പുറത്തുനിന്നുള്ള ഒരു ക്യാരക്ടറിന് വെച്ച് മാത്രമാണ് ഇപ്പോൾ ആൾക്കാർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 1-2 ദിവസം കൊണ്ടൊന്നും ശരിക്കും ഒരു ബിഗ് ബോസിൽ ഒരു നല്ല പ്ലെയർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് രണ്ടാം സ്ഥാനം ആരാണെന്ന് നോക്കാം. രണ്ടാം സ്ഥാനം രേണുസുതി തന്നെയാണ്. രേണുസുതിക്ക് കിട്ടിയിരിക്കുന്നത് 5524 വോട്ടാണ്. ഇതേ തന്നെ സെയിം തന്നെ രേണുസുതിയും അത്ര ആക്റ്റീവ് ഒന്നും അല്ല അതിന്റെ ഉള്ളിൽ. പക്ഷെ വോട്ട് കിട്ടാൻ കാരണം പുറത്തുനിന്നുള്ള ഒരു ഫാൻസിന്റെ ഒരു കാര്യം തന്നെയാണ്. അടുത്തത് മൂന്നാമതായിട്ട് വോട്ടിംഗ് റിസൾട്ടിൽ നിൽക്കുന്നത് ആര്യനാണ്. ആര്യന് കിട്ടിയിരിക്കുന്നത് 3944. ഓക്കെ, അപ്പൊ ആര്യനാണ് ഇപ്പൊ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിസലാണ്. ജിസലിന് കിട്ടിയിരിക്കുന്ന വോട്ട് 2748 വോട്ടാണ് ജിസലിന് കിട്ടിയിരിക്കുന്നത്. ജിസലാണ് ഇപ്പൊ നാലാം സ്ഥാനത്ത് വോട്ടിംഗിൽ നിലവിൽ നിൽക്കുന്നത്. അടുത്തത് വോട്ടിംഗിൽ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശാരികയാണ്. ശാരികയ്ക്ക് കിട്ടിയിരിക്കുന്നത് 903 വോട്ടാണ്. ശാരികയൊക്കെ ബിഗ് ബോസ് ഹൗസിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും തന്നെ അവിടെ ഇതുവരെ പോയിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. കണ്ടന്റ് ഒന്നും ഇല്ലാതെ അങ്ങോട്ട് കൂടെ നടക്കുകയാണ്. അടുത്തത് 6-ാമതായിട്ട് വോട്ടിംഗിൽ വന്നിരിക്കുന്നത് ശൈത്യയാണ്. ശൈത്യക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 880 ആണ്. അതായത് ശാരികയും ശൈത്യയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ആര് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് മാറാം. അതല്ലാതെ വലിയ അട്ടിമറികളൊന്നും ഇപ്പൊ സംഭവിക്കാനായിട്ട് പോകുന്നില്ല വോട്ടിംഗിൽ. അടുത്തത് 7-ാമതായിട്ടുള്ളത് രഞ്ജിത്താണ്. രഞ്ജിത്തിന് കിട്ടിയിരിക്കുന്ന വോട്ട് 547. ഓക്കെ, അടുത്തത് വോട്ടിംഗിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് നിവിനാണ്. നിവിന് കിട്ടിയിരിക്കുന്നത് 444. ഇപ്പോൾ നിവിനും രഞ്ജിത്തുമാണ് നിലവിൽ ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും വലിയൊരു കയറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വലിയ പെർഫോമൻസോ കാര്യങ്ങളൊന്നും കാഴ്ചവെക്കുന്നില്ല. ഇവർ ആരും വലിയ പെർഫോമൻസോ കാര്യങ്ങളൊന്നും കാഴ്ചവെക്കുന്നില്ല. പക്ഷേ അവർക്ക് കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ട്. ഇവർക്കാണെങ്കിൽ അധികം ഫാൻസും ഇല്ല. അതാണ് ഇപ്പോൾ ഇവർ നിലവിലെ വോട്ടിംഗിൽ പിന്നാലെ നിൽക്കുന്നത്. അപ്പോൾ ഇവർ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ ഇവർക്ക് വോട്ടിൽ കയറി മുകളിലോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ ഇപ്പോൾ ബിഗ് ബോസിലെ അവസ്ഥകൾ. എപ്പോൾ വേണമെങ്കിലും വോട്ട് മാറി മറിയാം. അപ്പോൾ ഈ ഒരു വീക്കിലൊന്നും വലിയ രീതിയിലുള്ള വോട്ടോ കാര്യങ്ങളോ ഒന്നും മാറി മറിയാൻ സാധ്യതയില്ല. ഇനി അങ്ങോട്ട് ഈ ഒരു വീക്കിൽ എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ച് ഇത്ര കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് കൊടുത്ത് വെച്ചേക്കാം. അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ.